നമസ്കാരം. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഒരു യുദ്ധം ആരംഭിച്ചാൽ വെറും 4 ദിവസം മാത്രമേ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുകയുള്ളൂ എന്നും നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്രമാത്രം ദരിദ്ര രാജ്യമാണോ? 4 ദിവസം യുദ്ധം ചെയ്താൽ പാകിസ്ഥാൻ തകർന്നു പോകുന്ന അവസ്ഥയിലാണോ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പലരും സംശയിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ റിപ്പോർട്ടുകൾ ശരിയായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് യുദ്ധാനന്തരം പാകിസ്ഥാനിൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വെറും മണിക്കൂറുകൾ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായത് ഇതുവരെ. അതായത് ആദ്യഘട്ടത്തിൽ വെറും 24 മിസൈലുകൾ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനായി വിനിയോഗിച്ചത്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി പാകിസ്ഥാൻ ഇന്ത്യയിലെ 15ഓളം കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിന് മറുപടിയായി ലാഹോറിലും കറാച്ചിയിലും അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ ഇന്ത്യ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കുകയാണ് ഇന്നലെ പകൽ ചെയ്തത്. ഇന്നലെ രാത്രിയോടെ വീണ്ടും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്താൻ ശ്രമിച്ചു. 8 മിസൈലുകൾ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടു. 50ഓളം വരുന്ന ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ തൊടുത്തുവിട്ടു. പക്ഷേ ഇതെല്ലാം ആകാശത്ത് ചിന്നിച്ചിതറുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമായിരുന്നു. വലിയ നാശനഷ്ടം പാകിസ്ഥാൻ നഗരങ്ങളിൽ വരുത്തി വച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നാവികസേനയടക്കം പാകിസ്ഥാന്റെ നഗരങ്ങളെ ചുട്ട് ചാമ്പലാക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടം ഏറ്റുവാങ്ങിയതോടുകൂടി ഇപ്പോൾ പാകിസ്ഥാനിൽ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാങ്കുകളിൽ അടക്കമുള്ള നിക്ഷേപങ്ങൾ എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു തുടക്കത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. അതുകൊണ്ട് തന്നെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്ന നിക്ഷേപകർക്ക് ദിവസം 3000 രൂപ മാത്രമേ പിൻവലിക്കാൻ അധികാരമുള്ളൂ. അങ്ങനെ കടുത്ത നിയന്ത്രണം, ATM-ൽ നിന്നടക്കം 3000 രൂപ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്ന കടുത്ത നിയന്ത്രണം പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഇന്ന് IMF-ന്റെ അടിയന്തര യോഗം നടക്കുകയാണ്. ഈ യോഗത്തിൽ വെച്ചിട്ടാണ് പാകിസ്ഥാന് അവർ വാഗ്ദാനം ചെയ്ത $7 ബില്യൺ സഹായ തുകയുടെ രണ്ടാം ഗഡു, ഏതാണ്ട് 10,000 കോടി രൂപ ഇത്തവണ രണ്ടാം ഗഡുവായി പാകിസ്ഥാന് IMF നൽകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ യുദ്ധ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ഈ ആദ്യ ഗഡുവായി IMF-ൽ നിന്നും ലഭിച്ച ആദ്യ ഗഡു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് ഇന്ത്യ ആരോപിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകളടക്കം ഇന്ന് IMF യോഗത്തിൽ ഇന്ത്യ നൽകും. മാത്രമല്ല, ഇനി 10,000 കോടി കൂടി ഈ സാഹചര്യത്തിൽ കൊടുത്താൽ അത് ഇന്ത്യക്കെതിരെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പാകിസ്ഥാൻ ഉപയോഗിക്കൂ എന്നൊരു വാദം തീർച്ചയായും ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. സാമ്പത്തിക പ്രതിസന്ധിയിൽ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലപാടുകൾ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്ന് മാത്രമല്ല, 2016 മുതൽ ഏതാണ്ട് 2022 വരെ IMF-ന്റെ അല്ലെങ്കിൽ FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യത്തിന് വിദേശ സഹായങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു. 2022-ൽ അത് വളരെ പ്രയാസപ്പെട്ടാണ് ആ ഒരു ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തു കടന്നത്. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തും. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് അത് കൃത്യമായി എടുത്തു കാണിക്കുന്ന തെളിവുകൾ ഇന്ന് IMF യോഗത്തിൽ ഇന്ത്യ അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സ്വീകരിച്ചാൽ തീർച്ചയായും IMF-ന് രണ്ടാം ഗഡു പാകിസ്ഥാന് റിലീസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഒരു വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഇന്ന് നേരിടേണ്ടി വരും. അങ്ങനെയായാൽ തീർച്ചയായും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്കും പാകിസ്ഥാൻ ഇനി പോകാനാണ് സാധ്യത. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം
സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.